അതെന്താടാ നിനക്ക് വല്ലോന്റെ ഭാര്യയോട് തന്നെ സംസാരിക്കണത് ഇത്ര നിർബന്ധം? അതെന്താ വല്ലോന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ സംസാരിക്കണം ഇത്ര നിർബന്ധം? എന്നാ ഒരു ചായ വേണം. നീ ചായ വേണം വേണമെന്ന് പറയുമ്പോ ചായടാ, ഇതെന്താടാ ചായക്കട പുല്ലേ? അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തേരെ. അയ്യോ, ആ പേപ്പർ വെച്ചല്ലേ ഞാൻ ചായ തിളപ്പിച്ചത്. കണ്ടിട്ടങ്ങ്. ഹലോ ഹലോ ഹലോ, സുഖമാണ്. ആദ്യമായിട്ട് ഒരാൾ സുഖമാണോ എന്ന് വിളിച്ചു ചോദിക്കുന്നത്. സുഖമാണോ? ആരാ? സുഖമാണെന്ന്. സുഖു. ആ, എന്നാടാ? സന്തോഷ വാർത്തയുണ്ട്. എന്താ? എനിക്ക് PSC വഴി ഒരു ജോലി കിട്ടി. നീ കാരണമല്ലേ എനിക്കത് കിട്ടിയത്. ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് വേണ്ട. എടാ നീ പോയി ആദ്യം ജോയിൻ ചെയ്യ്. ജോയിന്റ് ചെയ്യേ. എടാ ഒരുത്തൻ ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ വന്നിട്ട് നിർത്തിട്ട് പോടാ പുല്ല. സന്തോഷമായിട്ടൊക്കെ വരുന്നില്ല. എന്ത് പറ്റി? ഞാൻ ബസ്സിൽ സൗജന്യ യാത്ര ചെയ്തിട്ട് വരിക. നമ്മുടെ ജംഗ്ഷനിൽ സൗജന്യ യാത്രയ്ക്കുള്ള ബസ് ഇല്ലല്ലോ. ബസ്സില്ല. ഞാൻ 100 രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് ജംഗ്ഷനിൽ പോയി. എന്നിട്ട് അവിടുന്ന് സൗജന്യ യാത്രക്കുള്ള ബസ്സിൽ കയറി. എന്നിട്ട് ഈ നാട് മുഴുവൻ ചുറ്റി കറങ്ങി അവിടുന്ന് 100 രൂപയ്ക്ക് ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ വന്നിറങ്ങി. സൗജന്യ യാത്ര. 200 രൂപയ്ക്ക് സൗജന്യ യാത്ര. നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്ക് നഷ്ടത്തിലോടുന്ന KSRTC ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുമ്പോഴേ വൻ ലാഭത്തിലോടുന്ന വിവറേജ് നമുക്കൊരു ചെറിയ ഫുള്ളെങ്കിലും തരണ്ടേ? അത് ശരിയാ, നമുക്ക് ചോദിച്ചിട്ട് വരാം. ഭദ്രൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കാണ്ടല്ലോ. അവന് വേറെ ജോലിയൊന്നുമില്ല. കള്ളും കുടിച്ചിട്ട് ആ പെണ്ണുമ്പോൾ എടുത്തിട്ട് അടിക്കുകയാണ്. ഒരു ബോധവും പൊക്കണമല്ലോന്ന്. എന്തൊരു ദേഷ്യമാണ്. ഞാൻ സത്യം പറയാം, ഇന്നലെ കൂടി ഒന്ന് ഞാനൊന്നും പറയുന്നില്ല. വേണ്ട, പറയാൻ നിക്കണ്ട. നമ്മളെ അയ്യോ, മഞ്ചീരം ചിഞ്ചിതം ചേട്ടാ. എന്തൊരു വിളിയാടി. എന്റെ ചേട്ടന്റെ പേര് പിന്നെ മഞ്ചീര ചിഞ്ചിതം തന്നെയല്ലേ? പുറത്തേക്കുന്നത് കേൾക്കുമ്പോ ഞാൻ ഇഞ്ചിയും ചീരയും വിൽക്കുന്ന ആളാണ്. അതല്ലെന്ന്. ഞാൻ ഇവിടുന്ന് പോയില്ലേ, അപ്പൊ ചേട്ടൻ എന്തോ ചെയ്യായിരുന്നു? ഞാനും ഒന്നും ചെയ്തില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതാ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അടുക്കളയിൽ പോയി വല്ലതും ചെയ്തൂടെ? ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. പുറത്തോട്ടൊക്കെ എന്തിനാ ഇറങ്ങുന്നത്? ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു വന്നാലോ? ആരന്വേഷിച്ചു വരാനാടിയ? വല്ല ബലിക്കാക്കിയെങ്കിലും. അയ്യോ, ഇതെന്തായി ഫുഡ് എടുത്ത് കഴിക്കാത്തെ? ഞാനേ ഇവിടെ ഇരുന്ന് കണ്ണ് ജിമ്മി പോയി. ദൈവമേ, കാലം പോയൊരു പോക്കേ. കണ്ണ് വരെ ജിമ്മി പോവാൻ തുടങ്ങി. കണ്ണ് ജിമ്മി പോയി? കണ്ണ് ജിമ്മി പോയി. ഞാൻ കണ്ണ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. അപ്പൊ ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ പറ്റി പോയതാ. അതാ സ്വപ്നം ഇവിടെ നിക്കട്ടെ. എന്തോ കണ്ടോണ്ടിരുന്ന ഇത്ര നേരം? ഞാനൊരു പാവം പിടിച്ച ചെറുക്കനെ അവന്റെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പറ്റിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാർ പറ്റിച്ചോ? വീഡിയോ ഉണ്ടോ? ഉണ്ട്. നോക്കട്ടെ. കണ്ടാ? ഇത് നമ്മുടെ കല്യാണ വീഡിയോ അല്ലേ? തമാശ കൂടുന്നുണ്ടേ. അടച്ചിട്ടില്ല. കഴിക്കാം. ഇതെന്തൊന്നും കഴിക്കാത്തെ? നീ വരട്ടെന്ന് കരുതി. മീൻ വരട്ടേന്നോ? അതിന് ചേട്ടൻ മീൻ കഴിക്കില്ലല്ലോ. എടി, മീൻ വരട്ടെന്നല്ല, നീ വരട്ടെ എന്ന് കരുതി. ഞാൻ കഴിച്ചിട്ടല്ലേ പോയേ? നീ കഴിച്ചിട്ടാണോ പോയെ? അപ്പൊ ഞാനാണ് ഊണ് കഴിക്കാഞ്ഞത്. അതെ. ഇനിയിപ്പൊ അതിന്റെ ഒരു പരാതി വേണ്ട, ഞാൻ എടുത്തു തരാം. അയ്യോ എടി, എന്തോന്നടി ഇത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, കറി എടുക്കുമ്പോഴെല്ലാം കളയാണ്. സോറി ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? പോട്ടെ, കറി പോട്ടെ. അതല്ലെന്ന്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എടി, ഇച്ചിരി കറിയല്ലേ പോയത്. പോട്ടെ. അത് ഞാൻ കേട്ടല്ലോ. അത് ഇത് പറ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാൻ അങ്ങ് തുടച്ച് കളഞ്ഞാ പോരെ. ഇത് പറ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇത്രയും നാളായില്ലേ? എത്ര അതാണ്. കറി വേണ്ട. അല്ല അത് വിട്. എത്ര നാളായി? ശരി, വേണ്ട. നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്റെ ചേച്ചിയുടെ മോനാണല്ലോ. അവൻ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് നിനക്ക് ഓർമ്മയുണ്ട്? അതെനിക്കറിയാം. എന്നാ? 2020 ഒക്ടോബർ 24. അത് നിനക്ക് ഓർമ്മയുണ്ട്? അതെനിക്ക് ഓർമ്മയുണ്ട്. കല്യാണം കഴിച്ച ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലെന്നാണ്. എന്നാ പറ. 2024 ഒക്ടോബർ 23. ദൈവമേ, അത് തന്നെ.
ഇതെങ്ങനെയാ ഇതൊക്കെ വേണ്ട, മനസ്സിലാവുന്നത്? കറിയൊന്നും വേണ്ട. അങ്ങനെ പറയരുത്. വേണ്ട. എന്റെ വാ അങ്ങനെ പറയാം. വേണ്ട, എന്റെ കറി വേണ്ട. ശ്ശെ, അങ്ങനെ അയ്യോ വെള്ളം എന്തേ? ഒരു മിനിറ്റ്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. 2023 ആ കൊച്ചു ജനിച്ചത് കല്യാണത്തിന് തൊട്ട് പിറ്റേന്നാ. ആ ഡേറ്റ് എവിടെ പറഞ്ഞപ്പം തൊട്ട് തലേന്നില്ല. എനിക്ക് ഓർമ്മ വന്ന് ഇതിപ്പോ ഒരു ജന്മം നടന്നുകൊണ്ട് ഒരു മരണം ഒഴിവായി. എന്താ മരണത്തിന്റെ കാര്യം പറയണേ? വെള്ളം കുടിച്ചില്ലേ തൊണ്ടേ കുടുങ്ങി മരിച്ച. ഓ അത് ശരിയാ. അങ്ങനെ എന്റെ ചേട്ടൻ പെട്ടെന്നൊന്നും മരിച്ചു പോവല്ലേ. എനിക്ക് വെള്ളസാരിക്കാണെങ്കിൽ മാച്ചിന് ഒരു ബ്ലൗസും ഇല്ല. ഇത് അയ്യോ, അതല്ല. രാവിലെ ബലിക്കാക്ക ഇപ്പൊ വെള്ളസാരി എന്തോന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ കുട്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതെ, ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്താ? സംശയം അറിയത്തില്ലേ? അറിയത്തില്ലെന്ന് ആ, നീ ഞാനോ? ഞാൻ എന്ന് പറയുമ്പോ നീ ഇങ്ങനെയല്ലേ വരിക? അറിയത്തില്ല 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 അത് പറഞ്ഞാ മതി. എനിക്കറിയാം. ഞാൻ വിചാരിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാനാണ്. അല്ല അല്ല അല്ല. എന്താ മര്യാദക്കാണെങ്കിൽ എനിക്ക് ഇവിടെ ജീവിക്കാം. അത് ഇറങ്ങി പൊക്കണം. അടിച്ച് ചെള്ളാൻ പൊട്ടിക്കുന്നു. ഇങ്ങനെ ഭദ്രൻ ആ കൊച്ചിനോട് ഞാൻ ചെന്ന് നോക്കിയിരിക്കുക. എങ്ങനെ ആ കൊച്ചു ഈയല് പോലെ വിറയ്ക്കുന്നു. കണ്ണ് പുറത്തേക്ക് അങ്ങ് തള്ളി. അവന്റെ ഭാര്യയാണ് മോളെ. നമ്മളൊരു സ്ത്രീയോട് അങ്ങനെ പറയാവോ? ഇനി സത്യം പറയാം, ഞാൻ പെതുക്കിഞ്ഞു പോരും. ചേട്ടൻ കഴിക്ക് കഴിക്ക്. ഓ എഴുന്നേക്കടാ. 24 മണിക്കൂർ ഞാൻ ഇങ്ങനെ വെച്ച് വേണ്ട ഇവിടെ നിൽക്കണോടാ. എനിക്ക് ഈ ലോകമൊന്നും കാണണ്ടേ? നിന്റെ കീഴിൽ അങ്ങനെ കടന്നാൽ മതി എപ്പോഴും. എന്നെങ്ങാനും ഭാര്യ അയാളോട് തിരിച്ചു ചോദിച്ചെങ്കിൽ ഭദ്രം പെട്ട്. അതാണ് ഞാനും ആലോചിക്കണേ. പക്ഷേ പുള്ളി പറയത്തില്ല. ചേട്ടൻ കഴിക്കി കഴിക്കി. അതെ, ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് കുറച്ച് ദിവസമായി. എന്തുവാ? ഞാൻ 2 ദിവസം ഒന്ന് വീട്ടിൽ പോയി നിന്നോട്ടെ. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇത് പാട്ടി പറഞ്ഞു വിടുന്ന പോലെ. ഇപ്പം 2 ദിവസമല്ലേ മോള് ചോദിച്ചേ? 2 മാസം നീ വീട്ടിലോട്ട് പോയിക്കോ. ആ ഒരു 2 മാസം. ദൈവമേ, എല്ലാ ഭർത്താക്കന്മാരും ഉണ്ടല്ലോ ഭാര്യമാരെ അങ്ങനെ വിടത്തില്ല. ചേട്ടൻ എന്താ 2 മാസം അങ്ങനെ വിടുന്നേ? മനസമാധാനം. എന്താ മനസമാധാനത്തിന്റെ കാര്യം പറഞ്ഞു? മോള് വീട്ടിൽ ചെല്ലുന്നു, അച്ഛനമ്മയും കാണുന്നു. ഒരു മനസമാധാനം നിനക്കില്ലേ? ആ മനസമാധാനം കിട്ടട്ടെ. ആ മനസമാധാനം അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ചേട്ടന്റെ മുഖത്തൊരു വിഷമം ഉണ്ട്. 2 മാസം നിന്നെ കാണാതിരിക്കല്ലോ, അതിന്റെ ഈ വിഷമം ഈ ഭാഗത്തുണ്ടാവും. അയ്യോ, എന്റെ വീട് ചേട്ടന്റെ വീട് തന്നെയല്ലേ? അപ്പൊ എപ്പ വേണമെങ്കിലും വരാലോ. വരാം. അല്ല, അത് പറഞ്ഞപ്പോഴാണ് അച്ഛനോട് പറയണം വസ്തു വീട് മേടിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അച്ഛൻ എനിക്ക് എഴുതി തരും. അങ്ങനെ എഴുത്തുമായനെ അറിയാത്ത അയാൾ അങ്ങനെ എഴുതി തരും. ഇന്നേക്ക് 15-ാം ദിവസം വിജയദശമിയാ. അച്ഛനെ ഞാൻ എഴുത്തിനിരുത്തും. എന്നിട്ട് അതങ്ങ് എഴുതി മേടിക്കും ഞാൻ പ്രോപ്പർട്ടി. എന്റെ പൊന്നേട്ട, ഇത്രയും വിവരമില്ലേ? ആധാരം എടുത്ത് അവരല്ലേ തരുന്നേ. ചേടാ, ഇതാ കോള് വരുന്നു. ആരേട്ടാ? സുഖമില്ലേ? സുഖമില്ലേ? ചേട്ടന് സുഖമില്ലേ? എന്താ പറ്റിയേ? നമ്മുടെ സുഖമില്ലേ? സുകുമാരൻ. അവൻ നേരത്തെ എന്നെ വിളിച്ച് അവന് PSC വഴി ജോലി കിട്ടി. അപ്പൊ ഇവിടെ വന്ന് എന്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. നല്ല കാര്യം. ഞാൻ അവനോട് പറഞ്ഞു വേണ്ട പോ. ഈ സുഖുവിന് ജോലി കിട്ടി, നീ എന്തിനാ കരയുന്നേ? ഇതുപോലെ ജോലി കിട്ടിയതല്ലേ സന്ധ്യാദീപൻ ചേട്ടന്? ഞാൻ കാരണമല്ലേ ചേട്ടന്റെ ജോലി പോയേ. അയ്യോ, അങ്ങനല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നോക്ക്. അന്ന് നിനക്ക് ചൊവ്വാഴ്ച നിന്റെ അമ്മൂമ്മ നിന്റെ ദേഹത്ത് കയറും. അപ്പൊ നീ അല്ല അത് വലിച്ചീറി കളഞ്ഞത്, അമ്മൂമ്മയല്ലേ, മോളല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാ നീ അല്ല. അത് ശരിയാ. ഞാൻ കൂളാ. പതുക്കെ പറ. തൂഫാൻ കാരണം കണ്ട പൊക്കിക്കൊണ്ട് പോകും. അല്ല, ഞാൻ തണുത്തു. ജലജ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തിനു കരയണോ? എന്തിനാ നീ കരയുന്നേ? ഞാൻ എന്നാലും അത് നശിപ്പിച്ചു കളഞ്ഞില്ലേ ജോലിയുടെ കടലാസ്. എടി മോളെ, ഒരു കാര്യം ചെയ്യ്. നമുക്ക് അവനെ കണ്ടൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഉള്ളു. പോരെ? മതി. ജലജ ഓക്കെയാ? നീ ഓക്കെ ആണോ അതോ ആക്കുകയാണോ? അല്ല, ഓക്കെ ആക്കിയതാ. അത് മതി, കുഴപ്പമില്ല. നമുക്കേ സന്ധ്യാദീപൻ ചേട്ടൻ ഞാൻ വിളിക്കാം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. വിളിക്കേ. വിഷമിക്കണ്ട.
കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഹലോ, എന്താ പാട്ടി നിന്നെ തന്നെ വിളിക്കലെന്ന് പറഞ്ഞിട്ടില്ലടാ. എത്ര നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തതാ, എന്നിട്ട് എന്തിനാ നീ എന്നെ കടന്ന് വിളിക്കുന്നത്? എടാ നീ അന്ന് വിളി കിട്ടി. ഓക്കെ, നീ തന്നെ അളിയാ, എന്റെ ഭാര്യയ്ക്ക് നിന്നോടൊന്ന് മാപ്പ് പറയണമെന്ന്. എന്റെ അടുത്ത് മാപ്പം പറയണ്ട, ഒരു കോപ്പും പറയണ്ട. ഇനി മേളിൽ എന്നെ വിളിക്കരുത്. എടാ അവക്കൊരു അബദ്ധം പറ്റിയതല്ലേ. എന്നോട് ഒരു അബദ്ധവും ഇല്ല. എടാ അവക്ക് അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. പ്ലീസ് നീ ഇപ്പൊ ഇവിടെ നിൽക്കുക. ഞാൻ വരത്തില്ല വരത്തില്ല വരത്തില്ല. എന്റെ അടുത്ത് ഒരു മാപ്പം പറയണ്ട. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇങ്ങോട്ടൊന്നും വരണ്ട, ഇങ്ങോട്ടൊന്നും വരണ്ട. അത് മാത്രമല്ല, ഞാൻ വീട്ടിലില്ല, ഞാൻ വേറെ ആവശ്യമായിട്ട് ജനിച്ചാലിരിക്കുക. നമ്മുടെ ജംഗ്ഷനുണ്ടോ? ആ എടാ എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. എടാ ഇങ്ങോട്ട് വാടാ. എടാ പ്ലീസ്. വരാ. അതെ, എന്നാ പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വന്നാ പോരെ? അവരെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പോയ പോരെ? ഓ ശരിയാ, ഞാനത് മറന്നു. എന്തായാലും വരട്ടെ. ഇത് അടച്ചു വെച്ചേക്കാം. അതൊക്കെ അവിടെ വെച്ചേ. നീ അല്ല ഞാനേ എന്നാ ഇതൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ. അതെ, ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിന് ഭാര്യയില്ല. അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റായി. 2 മാസം ഇല്ലായിരുന്ന സമയത്ത് വല്ല പഞ്ചായത്ത് മെമ്പറാ കിട്ടിയ. എന്ത് ആർച്ച? നീ എന്താ കൊടുക്കി നോക്കുന്നത്? പിന്നെ മനുഷ്യന് ഉയിര് പാടിയില്ലേ? എന്റെ പെണ്ണുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയത്? പഴയ ഭാര്യയല്ല അവള്. അത് പറ. ചുമ്മാതല്ല നീ എന്നെ വിളിച്ചു വരുത്തിയത്. രണ്ടാമത് കേട്ടിയല്ലേ? പിന്നെ ജലജ പഴയ ആളല്ല. ആര് പറഞ്ഞു? എനിക്കറിയാം നിന്റെ പെണ്ണുമ്പിള്ളെ. ഇങ്ങോട്ട് റെയിൽവേ ട്രാക്കോ? റെയിൽവേ ട്രാക്കാ? നിന്റെ പെണ്ണുമ്പിള്ള അടിച്ചു പൊട്ടിച്ചതാ. 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എടാ അത് അന്നത്തെ കാലം. അവളല്ലല്ലോ. അവളുടെ അമ്മമ്മ ചൊവ്വാഴ്ച ദിവസം അവിടെ ദേഹത്ത് കയറിയപ്പോ പറ്റിപ്പോയൊരു അബദ്ധമല്ലേ? നിന്റെ പെണ്ണുമ്പിള്ള സൈക്കോയാ. അല്ല പിന്നെ മനുഷ്യനെ അങ്ങ് വിട്ട് കളയടാ അതൊക്കെ. എങ്ങനെ വിടും? ഒരു മനുഷ്യൻ എന്റെ ജോലിയുടെ ജോയിൻ പേപ്പർ അതാണ് കീറി കളഞ്ഞത്. ഒരു മനുഷ്യന് ജോലി നഷ്ടപ്പെട്ടത് ഇവന് പറഞ്ഞാൽ മനസ്സിലാവൂല. അതെന്താ എനിക്ക് പറഞ്ഞു മനസ്സിലാതെ? ഈ ഒരു ജോലിക്കും കൂലിക്കുമ്പോ അതിനകത്ത് കയറി ഇരിക്കല്ലേ 24 മണിക്കൂർ. പിന്നെ അങ്ങനെ ഇവന് മനസ്സിലാവാത് ശരിയാവത്തില്ല. എടാ പോട്ടെ, ക്ഷമിക്കണം. ക്ഷമിക്കും. കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. പഴയൊന്നുമില്ല. ഇല്ല. ഒരു പക്ഷേ എന്നാ അത് വിട്. പിന്നെ അറിഞ്ഞായിരുന്നു ഞാൻ ബ്രസീല്. ബ്രസീലാ? അർജന്റീനയാണോ അല്ലേ ചോദിച്ചു? അർജന്റീന? എടാ നീ അറിഞ്ഞായിരുന്നാണ്? ഞാൻ അറിഞ്ഞ്. എന്നാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വളിയാ നീ അറിഞ്ഞായിരുന്നു പറഞ്ഞ? എടാ നീ അറിഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ല. അതെന്താന്ന് പറഞ്ഞേ? വരണ്ടായിരുന്നു. എന്താ സംഭവം? എന്ത് സംഭവം? ഈടെ സംഭവം വേറൊന്നുമല്ല. നമ്മളെ കാര്യമായിട്ട് താമസിക്കില്ലേ? കാര്യമായിട്ട് താമസിക്കണമെങ്കിൽ അതാരായിരിക്കും? കാര്യമായിട്ടല്ല, കാര്യവട്ടത്ത് താമസിക്കുന്ന സുധീർ. നീ അവനായിട്ട് നല്ല ഫ്രണ്ട് ആയിരുന്നില്ലേ? കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട്. കിട്ടില്ല. നമ്മളെ ക്ലാസ്സിൽ ഒരേ ഒരുത്തന് മാത്രമേ സ്വന്തമായിട്ട് പേരെഴുതാ അറിഞ്ഞൂടാതെ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ട് പേരെഴുതി അറിയാത്ത കാര്യമായിട്ട് താമസിക്കുന്ന നമ്മുടെ ഓട്ടോറിക്ഷ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന സുധീർ എന്ന് പറയുമ്പോൾ എന്താ വിഷയം എന്താണ്? അവൻ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചിൽ. നിന്നെ കാണുമ്പോ ആർക്കാരും തോന്നിപ്പോകും. എന്താ വിഷയം എന്ന് പറ. നമ്മളെ ക്ലാസ്സിൽ പഠിച്ച സിന്ധുവിനെ അറിയാം? സിന്ധു നീണ്ട കണ്ണൊക്കെ ഉള്ളേ, ഇവിടെ ഒരു മറുവൊക്കെ ഉള്ളേ, ഇത്തറ്റ മുടി, അന്ന നടത്താം, പല്ലിനൊരു വിടവുണ്ട് അല്ലേ? എങ്ങനെ ഇരിക്കുന്നു? സിന്ധുവിന്റെ പേര് പറഞ്ഞുള്ളൂ, പല്ലിന്റെ വിടവ് വരെ അവൻ. എന്നിട്ട് അവളെ കെട്ടി അവളെ ഭർത്താവ് സുധീറിനെ അവൻ അറിയാം. അവളെ കെട്ടിയ സുധീറ? അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞത് പഴയ കാര്യം ഓർമ്മയുണ്ടോ? സിന്ധുവിന് നീ ലെറ്റർ കൊടുത്തപ്പോ അവരുടെ അച്ഛനും ആങ്ങളമാരും എല്ലാം കൂടെ തന്നെ പിടിച്ച് പൊക്കി കൊടുത്തത് മാവെ കൊണ്ടൊന്ന് കെട്ടി അങ്ങോട്ട് വെച്ച് ഇട്ടിട്ട് ഉറുമ്പിന്റെ കൂട് കൊണ്ടുവന്ന് താഴെ ഇട്ടൊന്ന് കയറി കടിക്കും. ഓർമ്മയുണ്ട? എല്ലാരും വന്ന് അയ്യേന്ന് പറഞ്ഞു നീ കിടന്ന് കിടക്കണാന്ന് കയറി. ഓർമ്മല്ലോ? അതുകൊട്ടെ ഇവനെന്തിനു ചൊറിയുന്നത്? അവനല്ലല്ലോ ചൊറിച്ചില്, പിന്നെ എനിക്കാണ് ചൊറിച്ചില്. അതുകൊണ്ടല്ലേ ഞാൻ ഈ കാര്യം വന്ന് നിന്റെ അടുത്ത് പറഞ്ഞു. നീ ശരിയാവത്തില്ല. ശരിയല്ല. എടാ അത് വിടറാ, അത് പോട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ലടാ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. പിന്നെ സംഭവം എന്റെ മനസ്സിനകത്തുണ്ട്, മറന്നിട്ടില്ല. പേടിയും ഉണ്ട്. എന്നാലും മനുഷ്യരല്ലേ, നാളെയും കാണേണ്ടതല്ലേ. നാളെ പോലെ ഞാൻ ഇല്ലല്ലോ. അവിടെ കയ്യുന്നൊരു കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞു നീ ആത്മഹത്യ ചെയ്യാൻ പോകരുത്. ആത്മഹത്യ? പിന്നെ നാളെ പോലെ പൊട്ട, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ? നാളെ മുതൽ ഞാൻ അറബിയിലെ ചാണകവും ഒട്ടകത്തിന്റെ തെറിവിളിയും കേൾക്കാൻ പോകുന്നു. ഒട്ടകത്തിന്റെ ചാണകവും അറബിയിലെ തെറിവിളിയും കേൾക്കാൻ പോകുന്നു. നീ നാളെ ഗൾഫിൽ പോകുന്ന? സന്തോഷമായി. ഇത് അവളോട് പറഞ്ഞിട്ട് നമുക്കൊരു
രാവിലെ പാല് മേടിക്കാൻ അവൾ അങ്ങോട്ട് പോകും, വൈകുന്നേരം കൊണ്ട് ഞാൻ ഇവിടുത്തെ കാണുന്നില്ലേ. എടാ അത് വനജ, ഇത് നിന്റെ ഭാര്യ ജലജ പറഞ്ഞു. സന്ധ്യാദീപൻ ചേട്ടാ, കണ്ടോ കണ്ടോ പിണങ്ങിയത് കണ്ടോ? കരയണ്ട. മാപ്പ് ചോദിച്ച ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു എന്തിനാ മാപ്പ് പറയുന്നതെന്ന്. ഇല്ലടാ ഇപ്പൊ ഞാൻ അവനെ കൊണ്ട് നീ മാപ്പ് പറയിക്കാനുള്ള ഏർപ്പാട് ചെയ്താ പോരായോ? തീരാവുന്ന പ്രശ്നമുള്ളത്. നോക്കുന്നില്ല മുഖത്തേക്ക്. നോക്കുന്നുണ്ട്, നോക്കടാ. സന്ധ്യാദീപൻ ചേട്ടാ എവിടെ പോവാ? ഞാനിത് മനസ്സിലൊന്നും സംഭവം ഉണ്ട്, പക്ഷെ നാളെ ഞാൻ ഗൾഫിൽ പോവില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. എന്തായാലും ഇനി അയ്യോ ഗൾഫിൽ പോവാണോ? അയ്യോടാ പാവല്ലേ, എന്തിനാ ഗൾഫിൽ പോകുന്നേ? അറബിയുടെ കാണാൻ മാറാൻ. അറബിയുടെ ജോലി ചെയ്യാൻ പോവാ. ശരിയാ. അപ്പൊ എന്തായാലും വിളിച്ചത് നന്നായി. മാപ്പ് പറഞ്ഞ് ഫുഡൊക്കെ കൊടുത്തിട്ട് വിടാലോ. ചായ എടുക്കട്ടെ? അവൻ പേടിച്ചു മറ്റേ. അയ്യോ അതൊക്കെ മാറി, അതൊക്കെ കഴിഞ്ഞ കൊല്ലായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ചൊവ്വാഴ്ച ദിവസം ഓർക്കത്ത് പോലും ഇല്ലല്ലോ. അതെ ശരി, എന്നാ പിന്നെ കുറച്ച് ചായ എടുക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ചായ എടുക്കാം, ചായ എടുക്കാം. ശരി, ഇപ്പൊ വരാവേ. കുഴപ്പമൊന്നുമില്ല. എന്റെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. ഒരു കോഴിയെ കൊന്നവൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈച്ച. അത് കഴിച്ചിട്ട് പോയാ മതി. ആ ഒരു കാര്യം ചോദിച്ചോട്ടെ, പഴയ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ലടാ, അത് എടുത്ത് ചോദിക്കേണ്ട കാര്യം എന്തുവാ? ധൈര്യമായിട്ട് എനിക്ക് ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു പറയട്ടെ. ചായ ചായ ചായ. ഇത് സന്ധ്യാദീപൻ ചായ. ചിക്കൻ കറി വെച്ചല്ലോ. എല്ലാം വെച്ചു. പുളിശ്ശേരി ഉണ്ടോ? പുളിശ്ശേരി ഉണ്ട്, രസമുണ്ട്, പപ്പടമുണ്ട്, മീൻ വറുത്തത്. ഒരു ഊണം കൊടുത്തു അത് കൊടുക്കാം. അങ്ങ് കൂളാവും. എന്നിട്ട് മാപ്പ് പറയാം. കുടിക്കേ. ഇത് കണ്ട എന്താന്ന് പറയടാ. നീ ഇവക്ക് അസുഖം കുറഞ്ഞെന്നല്ലടാ പറഞ്ഞത്. സാമ്പ്രാണി കെട്ട കത്തിച്ചകത്തിട്ട് കൊണ്ട് വന്നിക്കണ്ട. ഇതിൽ ചായ ഇല്ല, ഇതെങ്ങനെയാണോ ഞാൻ കുടിക്കുന്നത്? നിനക്ക് പ്രാന്താ എന്നെ വിളിച്ച് ഇതിന്റെ ഇടയിൽ കയറ്റാൻ വേണ്ടിട്ട് വല്ല കാര്യം. എന്തോന്ന് പിന്നെ ഞാൻ ഇവന് എന്തോ വേണം? ചൂടുള്ള ചായ ഞാൻ അവന് കൊണ്ടുകൊടുക്കണം. അവന്റെ ചൂടുള്ള ചായ കുടിക്കാനല്ല കൊടുക്കേണ്ടത്, ഇവനെ തലക്കാണ് കുടിക്കേണ്ടത്. അവൻ എന്താ പറഞ്ഞേക്കണെന്നറിയോ? ലോകം മുഴുവൻ പറഞ്ഞേക്ക ഞാൻ സൈക്കോ ആണെന്ന്. ഞാൻ കാരണം ഇവന്റെ ജോലി പോയെന്ന്. ഇവനെ ഞാനൊന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു. നിന്നെ എന്റെ കയ്യെ കിട്ടി കഴിഞ്ഞാൽ നിന്നെ ഇവിടെ ഇഞ്ചി ഇഞ്ചായി ഞാൻ ചവിട്ടി കൊല്ലൂടാ. നീ അല്ലടാ ഇതിന് മൊത്തം കാരണക്കാരൻ. നിന്നെ ഞാൻ എന്റെ ഭർത്താവിനെ തട്ടിയിടുന്നോടാ. അടിക്ക് ചേട്ടാ. വേണ്ട മോളെ. അടിക്ക് ചേട്ടാ. എന്തിനാ മോളെ? അടിക്ക് ചേട്ടാ. തല്ലി ചേട്ടാ. ഇങ്ങനെ തല്ലാനാണോ ഞാൻ പറഞ്ഞത്? ഇങ്ങനെയാണോ ഇവനെ തല്ലേണ്ടത്? ഇങ്ങനെ തല്ലവനെ. ഞാൻ നിന്നോട് മാപ്പ് പറയണോ? ഞാൻ നിന്നോട് ഞാനല്ലല്ലോ അത് പറഞ്ഞത്, പിന്നെ ഇവനല്ലേ മാപ്പ് പറയിക്കാന്ന് പറഞ്ഞത്. ഓഹോ, അപ്പൊ നിങ്ങൾക്കാണ് എന്നെ കൊണ്ട് മാപ്പ് പറയിക്കാൻ തീർത്തി. അല്ലടാ, ഞാൻ മാപ്പ് പറയണോ? മാപ്പ് പറയും കാരണമാണോ ഞാൻ ഇതെല്ലാം കൊള്ളുന്നത്? വേണോടാ? എടാ മര്യാദക്ക് വീട്ടിൽ ഇരുന്നാണോ? അപ്പോൾ നീ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വെച്ചാൽ വല്ല കാര്യം ഉണ്ടായിരുന്നോടാ പോട്ടാ. നീ ഇത് കാണുന്നില്ലേടേ? എനിക്ക് പിന്നെ കണ്ടുകൂടാ. പിന്നെ പിടിക്കടാ എവളെ ഇന്ന് അയ്യോ അവൾ പിടിച്ച് കെട്ടാ. തുപ്പല് വാവത്തറ പറഞ്ഞപ്പോ നീ എന്താ പൊട്ടാ വാ വെക്കുന്നത്? എന്റെ കയ്യിലെ മാംസം മൊത്തം അവിടെ പല്ലിച്ചടക്കി കയറി. അയ്യോ എക്സ്റേ. ഞാൻ പിടിച്ചേക്കാം. നീ തുണി എടുത്തു തുണി എടുത്ത് കെട്ട് തുണി എടുത്ത് കെട്ടടാ. എന്നെ കെട്ടാനല്ല ഇവളെ കെട്ടാൻ. എടാ ഞാൻ അവളെ ഒന്ന് കെട്ടിയാ നീ കെട്ടുന്ന. നിന്നെ കെട്ടാനാണ് പൊട്ടി പറഞ്ഞു. നിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു? എടാ എന്നെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യം. Human body. Oh, is the cosmic body. Oh, is the cosmic body. Oh, is the cosmic body. Oh, സദ്യ
സന്ധ്യ കുറച്ച് പ്രോപ്പർട്ടിയും കൂടെ പറയാത്തത്. അതിനുള്ള ബഡ്ജറ്റ് ഇല്ലായിരുന്നു. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. കണ്ടോ, അതാണ് ആണത്തുള്ളവൻ. വാക്കിന് വിലയുണ്ട്. ഒരു നിമിഷം നിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, ദാണ്ട മറിഞ്ഞടിച്ചു വീണു. അയ്യോ, ഞാനേ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. സന്ധ്യ സന്ധ്യ ഇനി പോയാ നിക്കത്തില്ല. ഇനി അയ്യോ, ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല. ഞാൻ പോണം. എവിടെ? എന്തുവാ? ഞാൻ ഇവിടെ ഒരു കവർ കൊണ്ടുവന്നു. എവിടെ? ഏത് കവറ്? ഞാൻ ഇവിടെ ഒരു കവർ കൊണ്ടുവച്ചു. നീ വരുമ്പോ കവറൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നാണ് ഞാൻ കവർ കൊണ്ടുവന്നു. എവിടെ കവർ കൊണ്ടുവന്നു പറഞ്ഞു? എന്റെ പൊന്നയുടെ റേഷൻ കാർഡ്, തിരിച്ചറി കാർഡ്, ആധാർ ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നല്ലേ. എന്തിനാണ് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിന്റെ എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നിന്റെ മുണത്തെ കോൾ വന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എടാ, ഇവിടെ കൊണ്ടുവന്നില്ല കേട്ടോ. എവിടെ വെച്ച് നീ? ഓ, ഇവിടെ കുറച്ച് തുണി അടുക്കി വെച്ചിരുന്നു. ഞാൻ അതിന്റെ കൂടെ കൊണ്ട് വെച്ചെന്ന്. അതിനിവിടെ തുണി ഇല്ലല്ലോ. ഇത് ആരടുത്ത് പറയൂ? ഉണ്ടായിരുന്നു തുണി. എന്താ മഞ്ചീരൻ ചേട്ടാ? ഇവിടെ തുണി ഉണ്ടെന്ന് അവൻ പറഞ്ഞു. ഇവിടെ തുണി ഇല്ല. അയ്യോ, ഉണ്ടായിരുന്നു. അത് ഞാൻ അലക്ക് മെഷീനിലിട്ട് അലക്കി. അയ്യോ, എന്റെ പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ പാസ്പോർട്ട് ഫോട്ടോ എനിക്ക് നാളെ പോയി എങ്ങനെ പോകണം ദൈവമേ. അയ്യോ, എന്റെ ജീവിതം രണ്ടുപേരും കൂടെ തൊലച്ചയ്യോ. ഞാനൊരു ചായ എടുക്കാൻ പോയപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ ഉണ്ടായേ? ഇതെന്തിനാ ഇപ്പൊ ദീപൻ ചേട്ടൻ കിടന്ന് ഉറങ്ങണേ? അപ്പൊ ചായ കൊണ്ടുവന്നൊന്നും ഓർമ്മയില്ലേ? അല്ല, നമ്മള് മാപ്പ് പറയാനല്ലേ വന്നത്. അതെ. എന്നാ പിന്നെ മാപ്പ് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാലോ. ഞാൻ മാപ്പ് പറയട്ടെ? ശോ, എന്തോ കഷ്ടാ നോക്കണേ. അപ്പോഴേക്കും അങ്ങ് ഉറങ്ങിപ്പോയി. സന്ധ്യാദീപൻ ചേട്ടാ, ചേട്ടാ മാപ്പ്. എന്താ? ഞാൻ മാപ്പ് എന്താ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദ്യം. സന്ധ്യാദീപൻ ചേട്ടാ സൈക്കോ ആണോ? ആണോ? ആണ്. മഞ്ചീരൻ ചേട്ടാ, ഇതാണ് എന്റെ